ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു പ്രോഡക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രോഡക്റ്റ് ഞങ്ങളുടെ ഒരു ആവശ്യത്തിന് ഞങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മുടെ വാഹനങ്ങളുടെയൊക്കെ വിൻഷീൽഡ് ഗ്ലാസിൻ്റെ ക്രാക്സ് ഒക്കെ റിമൂവ് ചെയ്യുന്നൊരു പ്രോഡക്റ്റ്. ഇത് റിമൂവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒരുപാട് യാത്രയൊക്കെ ചെയ്യുന്നവർ വാഹനങ്ങൾ ഓടിച്ചു പോകുമ്പം ചിലപ്പോൾ ഗ്ലാസ്സിലൊക്കെ കല്ലൊക്കെ അടിച്ച് ചിലപ്പം ഗ്ലാസ്സിന് ചെറിയ ക്രാക്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ക്രാക്കുകളൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ഇൻസ്റ്റലേഷനും ഇത് എഫക്റ്റീവ് ആണോ എന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. നമുക്ക് അപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇന്നത്തെ എന്താ ഉള്ളതെന്നേ. അപ്പോൾ ഒരു ഗം പോലത്തെ ഒരു സാധനമുണ്ട്, ഒരു നോസിൽ പോലെയുണ്ട്, പിന്നെ അത് ക്ലിപ്പ് ചെയ്യാനൊരു സാധനമുണ്ട്, പിന്നെ ഒട്ടിക്കാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് പോലെ കുറച്ച് സാധനമുണ്ട്. ഏതായാലും നമുക്ക് ഒന്ന് ഇൻസ്ട്രക്ഷൻ ഒന്ന് വായിച്ചതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ബോക്സിലുണ്ടായിരുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇതൊരു സ്ക്രാച്ച് ചെയ്യുന്ന ബ്ലേഡാണ്, ഇതൊരു ഫിലിമാണ്, ഗമ്മുണ്ട്, ആൻഡ് ഈ അപ്പാരറ്റസ് ഇത് വാക്വം ആണ്. ഇതിനെ നമ്മൾ പ്രസ് ചെയ്ത് വാക്വം അതുപോലെ സ്ട്രോങ് ആയിട്ട് പിടിപ്പിച്ചതിന് ശേഷം ഇതിന് നടുക്കായിട്ട് നമ്മുടെ ക്രാക്കിൻ്റെ പോയിൻ്റ് വരുന്ന രീതിയിൽ അതിനുശേഷം ഇവനെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുക. കറക്റ്റായിട്ട് സ്ക്രൂ ചെയ്ത് അതേ കൊണ്ട് തൊടിയിക്കുക. ഇതിനടിയിലൊരു റബ്ബർ ബുഷുണ്ട്, അപ്പോൾ അത് വന്ന് തട്ടി നിൽക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലീക്കേജ് ഉണ്ടാകത്തില്ല. അതിനുശേഷം നമ്മൾ ഇതിനെ സ്ക്യൂസ് ചെയ്യുക, ഗമ്മ് സ്ക്യൂസ് ചെയ്ത് അതിനകത്ത് ഒഴിച്ചതിന് ശേഷം ഇതുകൊണ്ട് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ മെത്തേഡ്. ആഫ്റ്റർ ദാറ്റ് നമ്മളിത് ഊരിയെടുത്തതിന് ശേഷം നമ്മൾ ഈ ഫിലിം ഒട്ടിച്ച് ഈ ഗം വീണ്ടും ആഡ് ചെയ്ത് ഈ ഫിലിം ഒട്ടിച്ച് അതിനെ സ്ക്രാച്ച് ചെയ്ത് കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് നമ്മുടെ സ്ക്രാച്ച് റിമൂവ് ആവും, അല്ലെങ്കിൽ ക്രാക്ക് മാറി കിട്ടും എന്നാണ് അവർ അവകാശപ്പെടുന്നത്. നമുക്ക് നോക്കാം. നമ്മുടെ ക്രാക്ക് ഇതാണ് നമുക്ക് സംഭവിച്ച ക്രാക്ക്. അത് ഒരു കല്ല് വന്ന് അടിച്ചിട്ട് ഇങ്ങനെ ഇതായതാണ്. നമുക്കപ്പം നോക്കാം, നമുക്കത് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ ക്രാക്കിൻ്റെ നടുക്ക് തന്നെ ഇതിൻ്റെ ഈ ഹോള് വരണമെന്നാണ്. അപ്പോൾ ഞാൻ അതിന് എളുപ്പവഴി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്റ്റിക്ക് നമുക്ക് ഇങ്ങനെ വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ക്രാക്കിൻ്റെ നടുക്കാണോ ഈ ഹോളെന്ന്. ഈ സ്റ്റിക്ക് ഇങ്ങനെ കുത്തി വെച്ച് നോക്കിയിട്ട് നമുക്കത് കറക്റ്റ് ചെയ്താൽ മതി. അതാണ് എളുപ്പം ഒരു മെത്തേഡ്. ഈ സ്റ്റിക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിനെ നമ്മളങ്ങ് ടൈറ്റ് ചെയ്യുക. സ്ട്രോങ് ആയിട്ട് വാക്വം പിടിപ്പിക്കുക. അതിനുശേഷം ഈ സ്ക്രൂ, ഈ റബ്ബർ ബുഷുള്ള ഈ സ്ക്രൂവിനെ നമ്മൾ ഇതിലേക്ക് സ്ക്രൂ ചെയ്യുക. അപ്പം നമ്മൾ യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നമുക്ക് ഈ ഗമ്മ് അതിലേക്ക് സ്ക്യൂസ് ചെയ്യാം. ഇതിനെ ഒന്ന് കട്ട് ചെയ്യാം നമുക്ക്. കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പം ഈ ഗമ്മ് അതിലേക്ക് സ്ക്യൂസ് ചെയ്യാം. ഇനി ഈ നീഡിൽ നമുക്ക് ഇതിലേക്ക് ഇറക്കി വെക്കണം. അതിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, 4 to 6 minutes അവർ പറയുന്നത്. അതിനുശേഷം റിമൂവ് ചെയ്യാനാണ് പറയുന്നത്. നമുക്കപ്പോൾ റിമൂവ് ചെയ്യാം, കാരണം അത്രയും സമയം ആയിട്ടുണ്ട്. സ്പോട്ടിൽ കറക്റ്റായിട്ട് ഗമ്മ ഇതായിട്ടുണ്ട്. എക്സസ് ആയിട്ടുള്ള ഗ്ലൂ നമുക്ക് തുടച്ച് കളയണം. പെയ്യെ നമുക്കൊരു ടിഷ്യൂ യൂസ് ചെയ്ത് അതിനെ ഒന്ന് റിമൂവ് ചെയ്യാം.
അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത ഭാഗം പൂർണ്ണമായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ആ സ്പോട്ടിൽ കറക്റ്റായിട്ട് ഗ്ലൂ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വ്യത്യാസം നമുക്ക് വിസിബിളി നമുക്ക് കാണാൻ സാധിക്കും. നല്ല പോലെ ആ സ്പോട്ട് മറഞ്ഞു പോയിട്ടുണ്ട്. ഇനിയും ഉള്ള ഒരു പാട് പോലെ കാണുന്നൊരു ഭാഗത്ത് എല്ലാം നമുക്ക് ഈ ഗമ്മ വീണ്ടും അപ്ലൈ ചെയ്തിട്ട് ഒരു ഷീൽഡ് പോലത്തെ ഒരു ഷീറ്റ് പോലത്തെ ഒരു സാധനം അത് നമുക്ക് അതിന് മേളിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സൺലൈറ്റിൻ്റെ മുമ്പിൽ ഇടണം. അപ്പം നമുക്കത് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഫിലിം അതിന് മേളിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നല്ല സൺലൈറ്റിൽ ഇവനെ ഇറക്കി ഇടുക എന്നുള്ളതാണ്. വണ്ടി നല്ല സൺലൈറ്റിൽ ഇറക്കിയിട്ട് ആ ഫിലിം ഒട്ടിച്ച അതേ പൊസിഷനിൽ തന്നെ കുറച്ച് നേരം ഇടണം. ആക്ച്വലി നമ്മുടെ ഈ ഗം എന്ന് പറഞ്ഞാൽ റേസിനായതുകൊണ്ട് തന്നെ നമ്മൾ അതുകൊണ്ട് ആ ഒരു സൺലൈറ്റ് ഇടാൻ പറയുന്നത് അൾട്രാ വയലറ്റ് റേസ് നല്ലപോലെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഉരുകുകയും ഇതിനുള്ളിലേക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്യത്തുള്ളൂ. അപ്പം അതിനുവേണ്ടിയാണ് നമ്മുടെ സൺലൈറ്റിൽ ഈ പ്രോഡക്റ്റ് വെക്കാൻ പറയും. ഇതിപ്പോൾ നോക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഒട്ടും നമ്മുടെ ഈ ഗം ഇതിനകത്തോടെ റൺ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഞെക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഓടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തേനെ. ഇപ്പം നല്ല ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ റിമൂവ് ചെയ്യാം. നമുക്കിനി ഈ ബ്ലേഡ് കൊണ്ട് ഈ അധികമുള്ള ഗ്ലൂ ഇങ്ങനെ റിമൂവ് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ലാസ്റ്റ് റിസൾട്ട് ഇതാണ്. ഈ റിസൾട്ടിൽ ഇപ്പം നമ്മുടെ ക്യാമറയിൽ ഏതായാലും ഒന്നും കാണുന്നില്ല. സ്ക്രാച്ചസ് ക്രാക്ക് പൂർണ്ണമായിട്ടും മാറിയതായിട്ടാണ് ക്യാമറയിൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ എവിടെയായിരുന്നു സ്ക്രാച്ച് ഉണ്ടായിരുന്നത് അല്ലെ ക്രാക്ക് ഉണ്ടായിരുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അവിടെ ഞാൻ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ചെറിയൊരു പാട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്ത് പറഞ്ഞാലും ഇതൊരു എഫക്റ്റീവ് പ്രോഡക്റ്റ് തന്നെയാണ്. കാരണം നമുക്ക് നേരെ നോക്കി പുതിയൊരാൾക്ക് ഒരിക്കലും അവിടെ ഒരു ക്രാക്ക് ഉണ്ടായിരുന്നെന്നോ ക്രാക്ക് ഉണ്ടെന്നോ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ ആ സ്ഥലം എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് എനിക്ക് അവിടെ ചെറിയ രീതിയിലൊരു ഒരു ഹെയർ ലൈൻ ക്രാക്ക് പോലെ ചെറുത്, ഹെയർ ലൈൻ ഒന്നും പറയാനില്ല, അത്രയും പോലും ഇല്ല, കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് റിസൾട്ട് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഈ പ്രോഡക്റ്റ് ഒരു എഫക്റ്റീവ് പ്രോഡക്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആവശ്യക്കാരുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം താങ്ക് യു വെരി മച്ച്. ബൈ ബൈ.